പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഹാസ് നത്തിങ് ടു ഡു. ലൈഫിലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകള് എന്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്? എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനല്ല അവർ പ്രാധാന്യം കൊടുക്കുന്നത്. എന്തിനാണ്? എന്ത് സംഭവിച്ചാലും അതിനെങ്ങനെ മാനേജ് ചെയ്യണം, അതിനെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഏത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ ഹിസ്റ്ററി അതിലൊക്കെ നിങ്ങൾക്ക് കാണാം, അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളും, പ്രത്യേകിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അവരതിനെ കുറിച്ച് എന്ത് ചെയ്യാറില്ല, ബോധർ ചെയ്യാറില്ല. അവരതിനെ കുറിച്ച് ചിന്തിച്ച് ആലോചിച്ച് വിഷമിച്ചിരുന്ന് വേറെ നഷ്ടങ്ങളൊന്നും അവർ എന്ത് ചെയ്യാറില്ല, വരുത്തി വെക്കാറില്ല. ഫോർ എക്സാമ്പിൾ, ഒരു കാലഘട്ടത്തില് ഒരു മുതലാളിത്ത ഗ്രൂപ്പുകൾക്ക് മാത്രം കുത്തകയായിരുന്ന ഒരു സംഭവമായിരുന്നു കമ്പ്യൂട്ടർ മൊബൈൽ എന്നൊക്കെ പറഞ്ഞത് അല്ലെ. മുതലാളിമാരെ അല്ലെങ്കിൽ സമൂഹത്തിലെ ഹൈ സ്റ്റാൻഡേർഡുള്ള ആളുകൾ മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമാണത് കമ്പ്യൂട്ടർ, മൊബൈൽ പോലെയുള്ള ടെക്നോളജി. ഇതിനെ പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വളരെയധികം കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് സ്റ്റീവ് ജോബ്സ്. ആപ്പിൾ കമ്പ്യൂട്ടർ, ആപ്പിൾ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ബ്രാൻഡ് തന്നെയാണ് അല്ലെ. ഇപ്പോ ആപ്പിളിന്റെ മൊബൈലാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുമ്പോ ആ വ്യക്തിയോടുള്ള ഒരു മതിപ്പ് നമുക്ക് എന്ത് ചെയ്യും, ഒന്ന് കൂടും. കാരണം എന്താ, അത് ഉപയോഗിക്കണമെങ്കിൽ കുറച്ച് ചെലവാകും, ഒന്ന് പൊസിഷൻ എന്ത് ചെയ്യണം, ഹൈ ആവണം. ഈ ആപ്പിൾ എന്ന് പറയുന്ന ഈ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തതാണ് സ്റ്റീവ് ജോബ്സ് സ്വന്തം വീടിന്റെ ഒരു ചായ്പ് പറയുന്നത് റൂം, അവിടെ ഒരു സുഹൃത്തുമായിട്ട് തുടങ്ങിയ ഈ ആപ്പിൾ എന്ന് പറയുന്ന ഇൻഡസ്ട്രി വളർന്നു വലുതായി ലോകം അറിയപ്പെടുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് ഡെവലപ്പ് ചെയ്തു. കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് അതിലേക്ക് വന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് കമ്പനിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ഒന്ന് ആലോചിച്ചു, സ്വന്തമായിട്ട് വളർത്തിക്കൊണ്ടുവന്ന കമ്പനിയിൽ നിന്ന് കമ്പനി വളരുന്നു, സ്വാഭാവികമായിട്ട് ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ എന്ത് ചെയ്യും, വരും. ഈ ഷെയർ ഹോൾഡേഴ്സിന്റെ ചില കുബുദ്ധികൾ കാരണം സ്റ്റീവ് ജോബ്സ് എന്ത് ചെയ്തു, കമ്പനിയിൽ നിന്ന് പുറത്തു പോകുന്നു. നിങ്ങളത് ആലോചിച്ചു നോക്കും, സ്വന്തമായിട്ട് സ്വന്തം പ്രയത്നത്തില് വളർത്തിക്കൊണ്ടുവന്ന ബിസിനസ് ഗ്രൂപ്പിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ എന്താ ചിന്തിക്കുന്നത്? ഒന്നുമില്ല കയ്യിൽ, എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ ഇത് ആലോചിക്കണം നമ്മൾ. എന്തുകൊണ്ട് ഞാനിവിടെ സ്റ്റീവ് ജോബ്സിന്റെ കാര്യം പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിന് വളരെയധികം സൂട്ടബിൾ ആയിട്ടുള്ള ഒരാളാണ് സ്റ്റീവ് ജോബ്സ്. സ്റ്റീവ് ജോബ്സ് ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിന് പ്രാധാന്യം കൊടുത്തിട്ടില്ല. ലോകത്ത് വിജയിച്ചിട്ടുള്ള എല്ലാ വിജയികളായിട്ടുള്ള ആളുകളും ഇതിന് ഉദാഹരണം തന്നെയാണ്. പ്രത്യേകിച്ച് സ്റ്റീവ് ജോബ്സിനെ എടുത്ത് പറയാൻ കാരണം ഞാൻ മനസ്സിൽ വളരെയധികം സ്ഥാനം കൊടുത്തുള്ള ഒരു വ്യക്തിയാണ് സ്റ്റീവ് ജോബ്സ്. നിങ്ങൾ ആലോചിച്ചു, സ്വന്തമായിട്ട് വളർത്തിക്കൊണ്ടുവന്നൊരു കമ്പനി, കേരളത്തിൽ അറിയപ്പെടുന്ന കമ്പനിയല്ല, ഇന്ത്യയിൽ അറിയപ്പെടുന്ന കമ്പനിയല്ല, ലോകത്തിൽ തന്നെ നമ്പർ 1 എന്ന് പറയുന്നത് ആപ്പിൾ ബ്രാൻഡാണത് ലോകത്തിൽ തന്നെ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഒരു ബ്രാൻഡ് സ്വന്തമായി സ്വന്തം പ്രയത്നത്തിലൂടെ വളർത്തിക്കൊണ്ടുവന്ന വ്യക്തിക്ക് ആ സ്ഥാപനത്തിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ടിട്ട് പുറത്തേക്ക് പോകേണ്ടി വന്ന ഒരു അവസ്ഥ. ഈ ഒരു സിറ്റുവേഷനിൽ സാധാരണ ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? ആളെ എന്തിലേക്കാവും പോവാ? മരണം, ആത്മഹത്യ. നമ്മളിവിടെ നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമല്ലോ. കൃഷി നശിച്ചു, ആത്മഹത്യ ചെയ്തു. മാർക്ക് കുറഞ്ഞു, ആത്മഹത്യ ചെയ്തു. സ്നേഹിച്ചിരുന്ന പെൺകുട്ടി വേറെ ആളുടെ കൂടെ പോയി ആത്മഹത്യ ചെയ്തു. പരീക്ഷയിൽ തോറ്റു, എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു. അപ്പൊ ആത്മഹത്യയില് അഭയം പ്രാപിക്കാൻ ആളുകൾ എന്തുകൊണ്ടാണ്? മാനസികമായിട്ട് നിങ്ങൾ നോക്കിക്കോ, കേരളവുമായി കമ്പയർ ചെയ്യുമ്പോൾ മറ്റു സംസ്ഥാനങ്ങൾ AP, UP പോലെയുള്ള സംസ്ഥാനങ്ങളിലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംസ്ഥാനത്തിൽ നോക്കുമ്പോ കേരളത്തിൽ, അതിലേറ്റവും കൂടുതൽ വയനാടായിരിക്കും. ഇന്ത്യയില് ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം ഏതാണ്? കേരളം. എന്തുകൊണ്ട് വിദ്യാഭ്യാസമുള്ള ആളുകൾ കൂടുതലുള്ള സ്ഥലത്ത് ആത്മഹത്യകൾ കൂടുന്നു? വിദ്യാഭ്യാസമല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിന് മുതൽക്കൂട്ടായിട്ടുള്ള എല്ലാ വസ്തുക്കളും വിദ്യാഭ്യാസത്തിലില്ല.
അങ്ങനെയാണെങ്കിൽ 85% ആളുകൾ ജീവിതത്തിൽ വിജയിക്കാൻ പാടില്ലായിരുന്നു. നിങ്ങൾ 85% നമ്മൾ പറയുന്നു, ഒട്ടുമിക്ക ആളുകളും അത്ര ക്വാളിഫൈഡ് അല്ല. നിങ്ങൾ നോക്കിക്കോളൂ, വിദ്യാഭ്യാസം ഉണ്ടെന്ന് നമ്മൾ അവകാശപ്പെടുന്ന കേരളത്തിലാണ് ആത്മഹത്യകൾ കൂടുതൽ. UP, AP പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആത്മഹത്യകൾ കുറവാണ്. കാരണം എന്താണെന്ന് അറിയാം, ജീവിതാനുഭവങ്ങൾ കുറവാണ്. മലയാളികൾക്ക് ജീവിതാനുഭവങ്ങൾ, പരീക്ഷണങ്ങൾ എന്താണ് വളരെ കുറവാണ്. വളരെ നിസ്സാരമായിട്ടുള്ള കാര്യത്തിന് പോലും എന്ത് ചെയ്യും, ആത്മഹത്യ പോലുള്ള കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് മൂവ് ചെയ്യും. നിങ്ങൾ നോക്കിയോ, ഭൂകമ്പങ്ങൾ, വെള്ളപ്പൊക്കം, വരൾച്ച, രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, പട്ടിണി, പിടിച്ചു പറയും, ഒളിവെപ്പ്, കമ്മ്യൂണൽ പ്രോബ്ലംസ്, ഇതൊക്കെ മറ്റുള്ള കേരളത്തെ അപേക്ഷിച്ച് മറ്റുള്ള സ്ഥലങ്ങൾ കൂടുതലാണ് അല്ലേ? അപ്പൊ അവിടെയുള്ള ആളുകള് ഈ ഭൂകമ്പം, വെള്ളപ്പൊക്കം, ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ കണ്ട് പട്ടിണിയും, കുടിക്കാൻ വെള്ളമില്ല, ഭക്ഷിക്കാൻ ഭക്ഷണമില്ല, നല്ല വസ്ത്രമില്ല, വീടില്ല, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ കണ്ട് 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 അനുഭവിച്ച അവരുടെ മനസ്സെന്തായിരിക്കും, വളരെ പവർഫുൾ ആയിരിക്കും. നമുക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഇല്ലല്ലോ. നമുക്ക് വന്നതൊരു സുനാമി, ഇപ്പൊ ഭൂകമ്പങ്ങൾ അവിടെ കിട്ടിക്കോളും, സമയം തട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കിട്ടി 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 മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ മൈൻഡിലി അവർ വളരെ എന്താണ്, പവർഫുൾ ആണ്. മാനസികമായിട്ട് വളരെ പവർഫുൾ ആണ് അവര്. അവരോട് പോയിട്ട് പറയുന്നത് കൃഷി നശിച്ചു ചേട്ടാ. UP പേര് പോയിട്ട് പറയാം, ചേട്ടാ ഞങ്ങൾ കൃഷി നശിച്ചു, 2-3 ആൾക്കാർ ആത്മഹത്യ ചെയ്തു, അതുപോലെ ഉണ്ടാവാത്തോളം കൃഷി നശിച്ചു. ഇവിടെ ഗ്രാമം തന്നെ ഒഴിച്ചു പോയിട്ട് എവിടെയെങ്കിലും കിട്ടിയിട്ടില്ല. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് ഗ്രാമം തന്നെ എന്ത് ചെയ്തു, ഒഴിച്ചുപോയി. അത് ആൾക്കാർക്ക് തന്നെ കിട്ടിയിട്ടില്ല. 1 വർഷമായിട്ട് നമ്മൾ കൃഷി നശിക്കുന്നത് അവർക്ക് പ്രശ്നമില്ല, എക്സാമിന് തോൽക്കുന്നത് അവർക്ക് പ്രശ്നമില്ല. ഒന്നാമത്തത് എക്സാമിന് തോറ്റുന്നതുകൊണ്ട് മാത്രം ജീവിതത്തിന്റെ ഒരു അവസാനമാണ്. ആരും ആത്മഹത്യ ചെയ്യണമെന്ന് അറിയോ? ഭീരുക്കളാണ് ആത്മഹത്യ ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും വലിയ രസം എന്ന് പറയും, ഇവര് വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. അതാണ് രസം. ചിന്തിക്കാൻ കുറച്ചുകൂടെ കപ്പാസിറ്റി കൂടുതലുള്ള ആളുകളാണ് വിദ്യാഭ്യാസമുള്ള ആളുകൾ. അവര് സാധാരണ ആളുകൾ ചിന്തിക്കുന്ന പോലെയല്ല ചിന്തിക്കാൻ. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസത്തിന് നിലവാരം എവിടെ നിന്നു? നമുക്ക് ഒറിജിനലായിട്ട് കിട്ടുന്ന കാര്യങ്ങളല്ല കിട്ടിക്കൊണ്ടിരിക്കും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ മാനേജ് ചെയ്യണം. എന്തിന്? നമ്മുടെ സെൽഫ് ബിഹേവിയർ. നമുക്കറിയാം, ഈ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ക്രിയേറ്റ് ചെയ്യാനാണോ മെയിൻറ്റെയിൻ ചെയ്യാനാണോ ബുദ്ധിമുട്ട്? ബന്ധങ്ങൾ, നമ്മൾ വ്യക്തികളുമായിട്ടുണ്ടാകുന്ന ബന്ധങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഒരു വ്യക്തിയുമായി സംസാരിച്ചു, അല്ലെങ്കിൽ ആളായിട്ട് ഒരു 5 മിനിറ്റ് ഇരുന്നു, ഒരു കോഫി കഴിച്ചു, ആ ബന്ധം എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് ആ വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യുന്നു. മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് എന്ത്?